കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ബോയ് പതിയെ ടോപ്പിൽ ഉള്ള പിന്നെ ട്രെയിനിൽ കയറി കിടന്നു, സോറി ബർത്തിൽ കയറി കിടന്നു. അവര് രണ്ടുപേരും മുകളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവരോട് കാണിച്ചു കൂട്ടുന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ രണ്ടുപേര് ഇവിടെ ഉണർന്ന് കിടക്കുന്നുള്ള താഴത്തുള്ള രണ്ടുപേരെ പരിഗണിക്കേണ്ട, അവര് പ്രായമുള്ളവരാണ്, അവർ കിടന്ന് ഉറങ്ങിപ്പോയി. എങ്കിലും നമ്മൾ രണ്ടുപേരും അവിടെ കിടക്കുന്നുള്ള യാതൊരുവിധ പരിഗണനയില്ല. കാരണം അവർക്ക് നേരെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഒരു യൂട്യൂബ് വ്ളോഗർക്കും ഫാമിലിക്കും കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഉണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇവര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നി, പക്ഷെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഇവരുടെ വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ടോപ്പിക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഈ വിഷയത്തിൽ എന്റെ നിലപാട് പറയുക, ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. മോർ ഓവർ ഇതൊരു റെലവെന്റ് ആയിട്ടുള്ള വിഷയമാണ് താനും. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വ്ളോഗറും ഹസ്ബൻഡും അവരുടെ ചെറിയ കുഞ്ഞിനെയും എടുത്ത് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ കയറി അവരുടെ കമ്പാർട്ട്മെന്റിലെത്തി. സ്ലീപ്പർ കോച്ച് ആണ്. അവരെവിടെ എത്തുമ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ പെട്ടെന്ന് കമ്പനിക്കായി കുറെ നേരം സംസാരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കിടക്കാൻ സമയപ്പോ എല്ലാവരും കയറി കിടന്നു. കിടന്നതിന് ശേഷമാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യം സെപ്പറേറ്റഡ് ആയി ഈ പയ്യനും പെണ്ണും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി ഒരുമിച്ച് കിടക്കാൻ തുടങ്ങി. പിന്നെ അവിടെ എന്തൊക്കെയാ നടക്കാന്നുള്ള ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. രണ്ടുപേരും കൂടി ഫോർ പ്ലേ ചെയ്യാൻ തുടങ്ങി, അതും ഈ കൊച്ചു കുട്ടി അടക്കമുള്ള ഫാമിലിയുടെ മുന്നിൽ വെച്ച്. അതിനെക്കുറിച്ച് വ്ളോഗർ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കുറെ കഴിഞ്ഞപ്പം ആ ബോയിയുടെ സീറ്റ് ബർത്ത് എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്നതിന് നേരെ സൈഡിലുള്ള ബർത്താണ്. അപ്പം അതിന് ടോപ്പിലുള്ള ബർത്തിലാണ് ആ ഗേൾ ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്താലും നമുക്ക് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം കാണാൻ പറ്റും. കാരണം പുറത്തുനിന്നുള്ള ലൈറ്റ് വരും. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേഷനുകളിൽ എത്തുമ്പോഴും ലൈറ്റ് ഉള്ളിലോട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ബോഗിയിൽ എന്ത് തന്നെ നടന്നാലും കാണാൻ പറ്റും. അത് നമ്മുടെ ട്രെയിനുള്ളിൽ എന്ത് തന്നെ നടന്നാലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അങ്ങനെ കയറി കിടന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ഇവർ രണ്ടുപേരും കുറെ നേരം പുറത്ത് നമ്മുടെ ഈ ഡോറിന്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ പോയി ഇരിക്കുവായിരുന്നു ചെയ്തത്. അപ്പൊ ഈ ഒരു താഴെ രണ്ടുപേർ വന്നപ്പോൾ അവർ പിന്നെ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്ന് കുറെ കഴിഞ്ഞാണ് അവർ വരുന്നത്. വന്നിട്ട് ബോയിയുടെ സെക്കൻഡ് ബർത്തിലും ഗേൾ ഫസ്റ്റ് ബർത്തിലും കയറി കിടന്നു. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ബോയ് പതിയെ ബോയിയുടെ ശരിക്കും ആ ചെറിയൊരു ബാഗേ ഉള്ളൂ. അതിനകത്ത് സത്യം പറഞ്ഞാൽ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കുഞ്ഞു ബാഗ്. അപ്പം ഗേൾ എന്ന് പറയുന്നത് നേരെ ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പം ആളുടെ കയ്യിൽ ഫുള്ള് വലിയൊരു ലഗേജ് ആണുള്ളത്. അപ്പം ഈ ബോയ് രാത്രി ആയപ്പോഴത്തേനും ടോപ്പിൽ ഉള്ള പിന്നെ ട്രെയിനിൽ കയറി കിടന്നു, സോറി ബർത്തിൽ കയറി കിടന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാവർക്കും ഈ സ്ഥിരം പോകുന്നവർക്കൊക്കെ ഇതൊരു ഇതായിരിക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടതിന്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ. എങ്കിലും ഇത് കണ്ടപ്പോൾ ഒരുപാട് ഒരു മനസ്സിനകത്ത് വല്ലാത്ത ഒരു ഇത് തോന്നി. നമ്മൾ പലപ്പോഴും ചില വീഡിയോ കണ്ടന്റുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. പിന്നെ നമ്മൾ ചില ന്യൂസ് ചാനലുകാരൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അവർ പോയിട്ട്, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ അടുത്തൊരു ഗേളിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം അടിച്ചിട്ട് ഒരു ബോധവും ഇല്ലാണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീ പടരും പോലെ പെട്ടെന്ന് വൈറലാവുന്ന വീഡിയോസ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി ചിന്തിക്കാത്തതെന്ന് എനിക്കറിയില്ല. അവര് രണ്ടുപേരും മുകളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവരോട് കാണിച്ചു കൂട്ടുന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ രണ്ടുപേര് ഇവിടെ ഉണർന്ന് കിടക്കുന്നുള്ള താഴത്തുള്ള രണ്ടുപേരെ പരിഗണിക്കേണ്ട, അവർ പ്രായമുള്ളവരാണ്, അവർ കിടന്ന് ഉറങ്ങിപ്പോയി. എങ്കിലും നമ്മൾ രണ്ടുപേരും അവിടെ കിടക്കുന്നുള്ള യാതൊരുവിധ പരിഗണനയില്ല. കാരണം അവർക്ക് നേരെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് എന്താ തോന്നുക? പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാണും പെണ്ണും അവരുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിനിപ്പോ എന്താ ഇതൊക്കെ ഇത്ര വലിയ സംഭവമാക്കേണ്ട എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വിഷയം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. ഇതിപ്പോ എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയാകും എന്തായാലും 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ നിയമം അനുസരിച്ച് പിന്നീട് അവളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അവൾക്ക് തന്നെ തീരുമാനിക്കാം. അവളുടെയും അവന്റെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. നമുക്കതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അവർ ഫോർ പ്ലേയോ സെക്സോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ വലിയൊരു പക്ഷെ അവിടെ തന്നെ ഇവിടെ ഉണ്ട് അല്ലെ. എന്താന്ന് വെച്ചാൽ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസ് ആണ് അല്ലെ. അപ്പൊ പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ ഈ ആണ് പെണ്ണ് സെക്സ് ചെയ്ത് എന്നല്ല പ്രശ്നം, അവരെവിടെ വെച്ച് ചെയ്തു, ആരുടെ മുന്നിൽ വെച്ച് ചെയ്തു എന്നുള്ളതാണ്. ട്രെയിനിൽ വെച്ച് ഒരു കുട്ടിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ഫാമിലിയുടെ മുന്നിൽ വെച്ച് ഇവരുടെ ലൈംഗിക ആഗ്രഹങ്ങൾ സാധിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്. അതിനിപ്പോ ഉപരിവിപ്ലവ പുരോഗമന സിംഹങ്ങൾ എത്ര കുറിച്ചാലും സമ്മതിക്കാൻ സാധിക്കൂല. പബ്ലിക്കിൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചാകാം. ഇനി പാരന്റ്സ് ഒരു പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലെ റൂം എടുത്താകാം. അതല്ലാതെ പബ്ലിക് പ്ലേസിൽ നിങ്ങളുടെ അതേ അവകാശമുള്ള ഒരു പറ്റ മനുഷ്യന്മാരുണ്ടാകുമ്പോൾ അവർക്ക് അസൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു ഈ വ്ളോഗറുടെ വീഡിയോക്ക് താഴെ. അതായത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാണ് നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പണി എടുത്തൂടെ, അവരുടെ പാട്ടിനെ വിട്ടൂടെ, എന്താണ് സദാചാരമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ പറയുന്നത്. ഇതിനൊക്കെ സദാചാരമായി കാണുന്നത് നിങ്ങളുടെ ചിന്തകളുടെ കുഴപ്പമാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഇപ്പൊ ഞാനാണെങ്കിലും ഈ വ്ളോഗർ ആണെങ്കിലും ഇവരെ സെക്സ് ചെയ്യുന്നതിന് ഒരിക്കലും വിമർശിക്കുന്നില്ല. അവരത് ചൂസ് ചെയ്ത സ്ഥലത്തെയാണ് വിമർശിക്കുന്നത്. അതെങ്ങനെ സദാചാരമാകും? ഇനിയിപ്പോ പബ്ലിക് പ്ലേസ് ആണെങ്കിൽ എന്താ അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുന്ന അൾട്രാ
പുരോഗമനവാദികളോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇടയ്ക്കിടെ വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ? എന്താണ് ആ വാർത്തകൾ? ബസ്സിലും ട്രെയിനിലും ലിംഗം പുറത്തിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ആണുങ്ങളെ പറ്റി. സവാദിന്റെ ഇൻസിഡന്റ് ഒന്നും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ? നിങ്ങളൊരു വ്ളോഗറുടെ മുന്നിൽ വെച്ച് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ സവാദിനെ പോലുള്ള മനുഷ്യന്മാരെയും ന്യായീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതിന് ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധമെന്ന് ചിന്തിക്കേണ്ട. രണ്ടിനെയും കോണ്ടെക്സ്റ്റ് ഒന്ന് തന്നെയാണ്. സവാദ് ഒറ്റയ്ക്ക് ചെയ്തു, ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. സവാദ് തന്റെ കൂടെ ബസ്സിൽ ഇരുന്നിരുന്ന പെണ്ണിനെ കയറി പിടിച്ചിട്ടില്ല, തന്റെ ലിംഗം പുറത്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊരു ഒഫൻസ് ആണ്, അതും പബ്ലിക്കിൽ വെച്ച്, അതും ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇവരും. ആരെയും കയറി പിടിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. രണ്ടുപേരും ഫോർപ്ലേ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരുടെയും ലിംഗഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ. സവാദ് ചെയ്ത പോലെ തന്നെ ആയില്ലേ? അവിടെ ട്രെയിനിൽ വേറെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇരിക്കുന്നുണ്ട്, കൊച്ചു കുട്ടികൾ വരെയുണ്ട്. അവരുടെ മുന്നിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് ആരും ന്യായീകരിച്ച് കഷ്ടപ്പെടാൻ വരണ്ട. ഇത് പറയുന്ന എന്നെ സദാചാരവാദിയാക്കാനും നിൽക്കണ്ട. തലച്ചോറുള്ളവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വ്ളോഗർ പറയുന്ന ബാക്കി കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരെ പോയി പഠിക്കുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് ട്രെയിനിൽ വെച്ചാലും ബസ്സിൽ വെച്ചാലും ഫ്ലൈറ്റിൽ വെച്ചാലും ഇതൊക്കെ നമുക്ക് എന്തുമാവും എന്ന് ചിന്തിക്കുന്നവർ നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലെത്തുമെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അന്ന് നമ്മളൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ ഒരു ബോധമില്ലാണ്ട് കിടക്കുന്നത്. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അതിന്റെ ഫാമിലി. അപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഇത് കാരണം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പബ്ലിക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി. അവർ അതിനെപ്പോലും പറ്റിപ്പോലും ചിന്തിക്കാതാണ് ഇത്രയും പബ്ലിക്കായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അവന്റെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന വഴി ആ കുട്ടിയുടെ, ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ, നമ്മൾ പോലും അറിയാതെ നമ്മളെ അടുത്ത് നിൽക്കുന്നവർ ഇത് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് അത് നിമിഷ നേരം കൊണ്ട് അത് വൈറലാവും. അപ്പം അവരുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്വന്തം മകളുടെയോ അല്ലെങ്കിൽ മകന്റെയോ അല്ലെങ്കിൽ കൊച്ചുമകളുടെയോ ഒക്കെ വീഡിയോ ഇതുപോലെ ഇങ്ങനെ, അതും ട്രെയിൻ ഇത്രയും പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് കണ്ടാലും കുഴപ്പമില്ല, ഇതൊന്നും നമുക്ക് ഇതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കാരെയും കുറ്റം പറയാൻ പറ്റൂല. അപ്പൊ ഇത് പെട്ടെന്ന് വൈറലാവും. നമ്മൾ ആർക്കെതിരെ ഇതിനെതിരെ പരാതി കൊടുക്കും? നമ്മൾ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. നമ്മളെ അടുത്തിരിക്കുന്നവര് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നിമിഷം കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാവും. അതെ, ഇവർ ഈ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചെറുപ്പത്തിന് ചോരത്തിറപ്പിലും ആവേശത്തിലും എടുത്തു ചാടി പബ്ലിക്കായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് വൈറലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു അഡ്രിനാലിൻ റഷിന് പുറത്തങ്ങ് ചെയ്തു പോകുന്നതാണ്. ചെറിയ പ്രായമല്ലേ, ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ആവേശമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ സ്വന്തം വീഡിയോ എല്ലാവരും കണ്ട് രസിക്കുന്നത് കാണുമ്പോൾ അത് സുഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയോ പെൺകുട്ടികളെ ആത്മഹത്യയിലേക്കൊക്കെ നയിച്ച കാരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പണ്ട് പ്രേമിക്കുന്ന സമയത്ത് താൻ അയച്ച ന്യൂഡ് പിക്സ് ഒക്കെ കാമുകൻ ബ്രേക്കപ്പ് ആയതിനു ശേഷം പബ്ലിക് ആക്കിയത് കാരണമായി ആത്മഹത്യ ചെയ്ത് എത്രയോ പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ പബ്ലിക്കായി ഇവർ സെക്സ് ചെയ്യുന്ന വീഡിയോ ലീക്കായി കഴിഞ്ഞു. അത് ഇവരുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഇത് യൂറോപ്പ് ഒന്നും അല്ലല്ലോ, നമ്മുടെ ഇന്ത്യയല്ലേ, കേരളമല്ലേ. ഇവിടെയുള്ള ആളുകളുടെ പുരോഗമനത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ അതോടെ ആ കുട്ടിയുടെ പഠനം അവിടെ നിൽക്കും. അവളുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അവളാരും കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ ഇതൊക്കെ വലിയ തെറ്റായി തന്നെയാണ് ആളുകൾ കാണുന്നത്. പിന്നെ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. അതീ ജനറേഷൻ ആണെങ്കിലും മുമ്പുള്ള ജനറേഷൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർ കഴപ്പാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മമാരൊന്നും വരാൻ നിൽക്കണ്ട. എല്ലാ ജനറേഷനും കണക്ക് തന്നെ. അതുപോലെ തന്നെ ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരൊക്കെ പോക്കാണെന്നും പറഞ്ഞുകൊണ്ട് ആരും വരാൻ നിൽക്കണ്ട. ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പിന്നെ നമ്മുടെ സമൂഹമാകുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് മാത്രം. പിന്നെ ഇപ്പൊ ഇവര് ട്രെയിനിൽ വെച്ച് ചെയ്ത കാര്യം ഏത് സമൂഹമാണെങ്കിലും ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യം തന്നെയാണ്. സോ അത് തെറ്റ് തന്നെയാണ്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം.